അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. ഒരു മനുഷ്യൻ 10 മണിക്കൂർ മരിച്ചു തിരിച്ചുവന്ന് മറ്റൊരു ലോകത്ത് കണ്ട കാര്യങ്ങൾ പറയുന്നു. അഹമ്മദ് അലവി എന്ന 40കളിൽ പ്രായമുള്ള ഒരു സാധാരണ മനുഷ്യൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം നയിച്ചിരുന്നു. എന്നാൽ ആ ദിവസം എല്ലാം മാറിമറിഞ്ഞു. അഹമ്മദ് ഒരു ചെറിയ കഫേയിലിരുന്ന് പതിവ് പോലെ കാപ്പി കുടിക്കുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ നെഞ്ചിൽ ഒരു വേദന അനുഭവപ്പെട്ടു. അവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ശ്വാസോച്ഛ്വാസം വിചിത്രമായ രീതിയിൽ വേഗത്തിലായി. ഒരു അദൃശ്യശക്തി അവന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പതിയെ വലിച്ചെടുക്കുന്നത് പോലെ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവൻ നിലത്തേക്ക് വീണു, ചലനമറ്റ്. കഫേയിലെ ആളുകൾ അവനെ സഹായിക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു. എന്നാൽ പാരാമെഡിക്കുകൾ എത്തുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ഡോക്ടർ ഔദ്യോഗികമായി അവനെ മരിച്ചതായി പ്രഖ്യാപിച്ചു. അവന്റെ ഹൃദയം പൂർണ്ണമായി നിലച്ചിരുന്നു. അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മോർച്ചറിയിൽ സൂക്ഷിച്ചു. മരണ സർട്ടിഫിക്കറ്റിൽ മരണകാരണമായി പെട്ടെന്നുള്ള ഹൃദയാഘാതം എന്ന് രേഖപ്പെടുത്തി. 10 മണിക്കൂർ കടന്നുപോയി. എല്ലാവരും അവന്റെ ശവസംസ്കാരത്തിനും ഖബറടക്കത്തിനും തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് പൂർണ്ണമായും അപ്രതീക്ഷിതമായിരുന്നു. പുലർച്ചെ 3 മണിക്കൂറിനുള്ളിൽ അഹമ്മദിന്റെ ശരീരം പെട്ടെന്ന് ചലിച്ചു. അവൻ പതിയെ കണ്ണുകൾ തുറന്നൊരു നീണ്ട സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ. പക്ഷേ ഇത് ഒരു സ്വപ്നമായിരുന്നില്ല. ഇതിനപ്പുറം വലുതും വിചിത്രവുമായ എന്തോ ഒന്നായിരുന്നു. അവന്റെ വായിൽ നിന്ന് ഒരു ശക്തമായ ശ്വാസം പുറത്തുവന്നു. മോർച്ചറിയിലെ ജോലിക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ഭയത്തോടെ നിലത്തു വീണു. അവൻ ജീവനോടെയുണ്ട്, മരിച്ചവൻ തിരിച്ചുവന്നു എന്ന് അവന്റെ ഭയപ്പെട്ട ശബ്ദം മുറിയിൽ മുഴങ്ങി. അപ്പോഴും അഹമ്മദ് ഞെട്ടലിന്റെ അവസ്ഥയിലായിരുന്നു. താൻ എവിടെയാണെന്നോ എങ്ങനെ തിരിച്ചു ജീവനോടെ വന്നുവെന്നോ അവൻ അറിയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം അവന് ഉറപ്പായിരുന്നു. അവൻ മനുഷ്യ മനസ്സിനപ്പുറമുള്ള എന്തോ കണ്ടിരുന്നു. അഹമ്മദ് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് എഴുന്നേറ്റിരുന്നു, ഒരു ദശകങ്ങൾ നീണ്ട യാത്രയിൽ നിന്ന് മടങ്ങി വന്നതുപോലെ. ഡോക്ടർമാരും നഴ്സുമാരും അത്ഭുതത്തോടെ അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. 10 മണിക്കൂർ മരിച്ച ഒരാൾ എങ്ങനെ തിരിച്ചു ജീവനോടെ വരും? ഇത് വൈദ്യശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും എല്ലാ വിശദീകരണങ്ങളെയും തകർത്തു. എന്നാൽ ഏറ്റവും അത്ഭുതകരമായത് അവന്റെ തിരിച്ചുവരവല്ല, മറിച്ച് അവൻ മരിച്ചിരുന്ന ആ മണിക്കൂറുകളിൽ കണ്ട കാര്യങ്ങളായിരുന്നു. വിറയ്ക്കുന്ന ശബ്ദത്തോടെ അഹമ്മദ് തന്റെ കഥ പറഞ്ഞു തുടങ്ങി. എന്റെ ഹൃദയം നിലച്ചപ്പോൾ ഞാൻ ഒരു ആഴമേറിയ ശൂന്യതയിലേക്ക് വഴുതി വീഴുന്നതുപോലെ തോന്നി. അത് പൂർണ്ണമായും ഇരുട്ടായിരുന്നില്ല, പകരം ഒരു മങ്ങിയ പ്രകാശം എല്ലാ ദിശകളിൽ നിന്നും എന്നെ ചുറ്റിപ്പിടിച്ചു. ഞാൻ ഭാരമില്ലാതെ ശരീരമില്ലാതെ ഒഴുകുന്നതുപോലെ അനുഭവപ്പെട്ടു. എന്റെ കണ്ണുകളല്ല, മറ്റൊരു രീതിയിലെല്ലാം കാണാൻ കഴിഞ്ഞു. ഞാൻ എല്ലാം അനുഭവിക്കുന്നത് പോലെ. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു വലിയ വാതിലിന് മുന്നിൽ നിൽക്കുന്നതായി കണ്ടു. അത് തിളങ്ങുന്ന സ്വർണ്ണപ്രകാശത്താൽ നിർമ്മിതമായിരുന്നു. അത് ഒരു സാധാരണ വാതിലായിരുന്നില്ല. അത് ജീവനുള്ളതുപോലെ ശ്വസിക്കുന്നത് പോലെ തോന്നി. ഞാൻ അതിനെ തൊടാൻ ശ്രമിച്ചു, പക്ഷേ അടുത്തെത്തും മുമ്പെന്റെ പേര് വിളിക്കുന്ന ഒരു ആഴമുള്ള ശബ്ദം കേട്ടു. അഹമ്മദിന്റെ ശബ്ദം താഴ്ന്നു. എന്തോ ഇപ്പോഴും തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന മട്ടിൽ ചുറ്റും നോക്കി. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ തുടർന്നു. ഞാൻ അവിടെ ആളുകളെ കണ്ടു, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഞാൻ മറന്നുപോയ മുഖങ്ങൾ. പക്ഷേ അവർ ഈ ലോകത്തിലെ പോലെ ആയിരുന്നില്ല. അവർ പ്രകാശത്തിന്റെ ഒരു ഒറയാൽ ചുറ്റപ്പെട്ടിരുന്നു. എന്നെ നോക്കി പുഞ്ചിരിച്ചു, എന്നെ അറിയാമെന്ന മട്ടിൽ. ഞാൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ പെട്ടെന്ന് ഒരു ശക്തമായ ശക്തി എന്നെ അതിവേഗത്തിൽ പിന്നിലേക്ക് വലിച്ചു. അഹമ്മദ് ഒരു ആഴമുള്ള ശ്വാസമെടുത്തു പറഞ്ഞു. എനിക്ക് അവസാനമായി കേട്ടത് ഒരു മന്ത്രണമായിരുന്നു. ഇപ്പോൾ വേണ്ടതിന്റെ സമയം വന്നിട്ടില്ല. തിരിച്ചുപോയി നീ കണ്ടത് അവരോട് പറയൂ. പിന്നെ ഞാൻ ഇവിടെ എന്റെ ശരീരത്തിൽ തിരിച്ചെത്തി. മുറിയിൽ നിശബ്ദത പരന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. വിശ്വാസത്തിനും സംശയത്തിനും ഇടയിൽ കുടുങ്ങി. ഇത് ഹൃദയാഘാതം മൂലമുണ്ടായ ഒരു ഭ്രമമായിരുന്നോ, അതോ മറ്റൊരു ലോകത്തിന്റെ യഥാർത്ഥ അനുഭവമായിരുന്നു? പക്ഷേ അഹമ്മദ് എല്ലാം പറഞ്ഞിരുന്നില്ല. ഇനിയും എന്തോ ഉണ്ടായിരുന്നു അവനെ ഭയത്തോടെ ഉണർത്തിയ ഒരു കാര്യം. അഹമ്മദിന്റെ അവസാന വാക്കുകൾക്ക് ശേഷം ഒരു വിചിത്രമായ നിശബ്ദത പരന്നു. എല്ലാവരും അവന്റെ കഥ തുടരാൻ കാത്തിരിക്കുകയായിരുന്നു. അവന്റെ മേൽ കണ്ണുകൾ ഉറപ്പിച്ചു. എന്നാൽ അവൻ മടിച്ചു. തന്റെ യാത്രയുടെ അവസാന നിമിഷങ്ങളിൽ കണ്ടത് എളുപ്പം മറക്കാവുന്നതോ പറയാവുന്നതോ ആയിരുന്നില്ല. അവൻ തല ചെറുതായി താഴ്ത്തിയൊരു ആന്തരിക സംഘർഷത്തിൽ ഏർപ്പെട്ടതുപോലെ. പിന്നെ താഴ്ന്ന ഭയത്തോടെയുള്ള ശബ്ദത്തിൽ പറഞ്ഞു, തിരിച്ചുവരുന്നതിന് മുമ്പ് ഞാൻ കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടു. ഡോക്ടർമാരും നഴ്സുമാരും പരസ്പരം ആശയക്കുഴപ്പത്തോടെ നോക്കി. ഒരാൾ ചോദിച്ചു,
നീ എന്താണ് കണ്ടത് അഹമ്മദ്? അവൻ പതിയെ തല ഉയർത്തി. അവന്റെ കണ്ണുകൾ ഭയത്തിന്റെ നിഴലിൽ മൂടപ്പെട്ടിരുന്നു. പിന്നെ മന്ത്രിച്ചു, ഞാൻ അവരെ കണ്ടു. മനുഷ്യരോ മാലാഖമാരോ അല്ലാത്ത ജീവികളെ. അവർ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു തീരുമാനത്തിനായി കാത്തിരിക്കുന്നത് പോലെ എനിക്കറിയാത്ത ഒരു തീരുമാനം. അവരിൽ ഒരാൾ എന്നെ നോക്കിയവന്റെ കണ്ണുകൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ആഴമുള്ള വിജ്ഞാനവും ദുഃഖവും നിറഞ്ഞവ. അവൻ എന്റെ അടുത്തേക്ക് വന്ന് എന്തോ മന്ത്രിച്ചു. ഞാൻ അവിടെ നിന്ന് വലിച്ചെടുക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് അഹമ്മദ് ഒരു നിമിഷം നിർത്തി വിറയ്ക്കുന്ന ശ്വാസം എടുത്ത് തുടർന്നു. അവൻ പറഞ്ഞു, ഞാൻ ഇവിടേക്ക് തിരിച്ചുവരും, പക്ഷേ വളരെ കാലമല്ല. ഞാൻ വീണ്ടും പോകും, പക്ഷേ അപ്പോൾ തിരിച്ചുവരില്ല. ഒരു നഴ്സ് ഭയത്തോടെ ശ്വാസം വലിച്ചു. ഒരു ഡോക്ടർ ഒരു വിറയലോടെ പിന്നോട്ട് നീങ്ങി. അഹമ്മദ് തമാശ പറയുകയായിരുന്നില്ല. അവൻ ഗൗരവമായിരുന്നു. അവൻ പറഞ്ഞ ഓരോ വാക്കും വിശ്വസിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. അവൻ ബുദ്ധിമുട്ടി എഴുന്നേറ്റു. ഈ ലോകത്ത് തന്റെ സമയം കുറഞ്ഞു വരികയാണെന്ന് മനസ്സിലാക്കിയതുപോലെ. അവൻ ശാന്തമായി പുഞ്ചിരിച്ചു, ആർക്കും മനസ്സിലാകാത്ത എന്തോ മനസ്സിലാക്കിയതുപോലെ. പിന്നെ നിശബ്ദമായ ശബ്ദത്തിൽ പറഞ്ഞു, മരണത്തെ ഭയപ്പെടേണ്ട. നിന്ദിക്കുന്നത് പോലെ അത് അവസാനമല്ല. എല്ലാവരുടെയും അത്ഭുതത്തിനിടയിൽ അവൻ തിരിഞ്ഞ് വാതിലിലേക്ക് നടന്നു. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും എന്നേക്കും അവന്റെ ഓർമ്മയിൽ തങ്ങിനിൽക്കുന്ന ഒരു രഹസ്യവും ഉപേക്ഷിച്ച്. അഹമ്മദ് പറഞ്ഞത് ശരിയാണോ? മരണം ശരിക്കും അവസാനമല്ലേ? ഒരുപക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കൊരിക്കലും അറിയില്ല. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളെല്ലാവരും അതറിയും. അഹമ്മദ് അലവിയുടെ കഥ നമ്മെ ഒരു ആഴമേറിയതും അസ്വസ്ഥമാക്കുന്നതുമായ ചോദ്യത്തിലേക്ക് നയിക്കുന്നു. മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അവന്റെ അനുഭവം ഒരു നിയർ ഡെത്ത് വിഷൻ ആയാലും അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിന്റെ ഒരു ദർശനമായാലും ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരമ്പരാഗത ധാരണകളെ വെല്ലുവിളിക്കുന്നു. തിളങ്ങുന്ന വാതിൽ നിഗൂഢ ജീവികൾ പരലോകത്തേക്കുള്ള തന്റെ മടക്കയാത്രയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. ഇവയെല്ലാം നാം കാണുന്ന യാഥാർത്ഥ്യത്തിനപ്പുറം ഒരു വലിയ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു. ചിലർ ഇതിനെ ഒരു മരണസമയത്തെ ഭ്രമമായി തള്ളിക്കളയാം. എന്നാൽ അഹമ്മദ് ആ നിമിഷങ്ങളെ വ്യക്തതയോടെയും തീവ്രതയോടെയും ഓർത്തെടുത്തത് അവഗണിക്കാൻ പ്രയാസമാണ്. അവന്റെ അവസാന വാക്കുകൾ മരണത്തെ ഭയപ്പെടേണ്ട നിന്ദിക്കുന്നത് പോലെ അത് അവസാനമല്ല. ജീവിതം നാം അറിയുന്ന ഭൗതിക ജീവിതത്തിനപ്പുറമാണെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവന്റെ അനുഭവം ഒരു ദൈവിക വെളിപാടായാലും വിശദീകരിക്കാനാകാത്ത ഒരു പ്രതിഭാസമായാലും അത് നമ്മിലൊരു ജിജ്ഞാസ ഉണർത്തുന്നു. മരണം അവസാനമല്ലെങ്കിൽ അപ്പുറം എന്താണ് നമ്മെ കാത്തിരിക്കുന്നത്? അല്ലാഹ് എല്ലാ അധികാരത്തിന്റെയും ഉടമ, എല്ലാ ഉപജീവനത്തിന്റെയും ദാതാവ്, എല്ലാ അനുഗ്രഹങ്ങളുടെയും നൽകുന്നവൻ ഞാൻ നിന്റെ അനന്തമായ കരുണയും ഉപജീവനവും തേടി വിനയത്തോടെ നിന്റെ മുമ്പിൽ വരുന്നു. അല്ലാഹ് എല്ലാ അധികാരത്തിന്റെയും അൽ റസാഖ്, പരമോന്നത ഉപജീവന ദാതാവൽ ഗനിയാർക്കു വേണമെങ്കിലും സമ്പത്ത് നൽകുന്നവൻ. നിന്റെ മനോഹരമായ നാമങ്ങളാൽ ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് ധാരാളമായ ഹലാൽ ഉപജീവനം നൽകണമേ. എന്റെ സമ്പത്തിനെ അനുഗ്രഹത്തോടെ നിറയ്ക്കണമേ. അല്ലാഹ് എന്റെ ഉപജീവനം വിപുലമാക്കി ഹലാൽ വരുമാനത്തിന്റെ വാതിലുകൾ തുറക്കണമേ. എല്ലാ സൃഷ്ടികളിൽ നിന്നും എന്നെ സ്വതന്ത്രനാക്കി നിന്നിൽ മാത്രം ആശ്രയിക്കുന്നവനാക്കണമേ. നിന്റെ ഓർമ്മയിൽ നിന്ന് എന്നെ അകറ്റാത്ത മറിച്ച് നിന്റെ അടുക്കലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന സമ്പത്ത് എനിക്ക് നൽകണമേ. അന്യായമായ വരുമാനങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും എന്റെ സമ്പത്തിനെ എല്ലാ അശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അല്ലാഹ് എന്റെ ശ്രമങ്ങളെ അനുഗ്രഹിക്കുകയും എന്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുക. നിന്റെ പാതയിൽ ഉദാരമായി ചെലവഴിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തുക. അല്ലാഹ് എനിക്ക് സാമ്പത്തിക സ്ഥിരത നൽകുക. എന്റെ കടങ്ങൾ നീക്കുക. ദാരിദ്ര്യത്തിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്നെ സംരക്ഷിക്കുക. നിന്റെ കാരുണ്യത്താൽ എന്റെ ജീവിതത്തെ സമൃദ്ധമാക്കണമേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.